ഹായ് എവറി വൺ. ഒരു ഗെയിമിനെ കുറിച്ച് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സോ ദിസ് സെഷൻ ഈസ് ഡെഡിക്കേറ്റഡ് ടു ഓൾ മൈ ഫെലോ ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കമ്പ്യൂട്ടർ ഗെയിം എന്ന് കേൾക്കുമ്പോൾ തന്നെ പാരൻസിന് തോന്നുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ഗെയിം, ഇല്ലെങ്കിലേ കുട്ടികൾ അഡിക്റ്റഡ് ആണ്, ഇനിയിപ്പോൾ എന്താ കമ്പ്യൂട്ടർ ഗെയിം. പക്ഷേ എൻ്റെ ഒരു റിക്വസ്റ്റ്, ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കളിക്കുന്ന പബ്ജി പോലെയുള്ള ഒരു ഗെയിം അല്ല. അത് മോശമാണെന്നല്ല പറയേണ്ട, ഒരു ഗെയിമും ഒന്നും മോശമല്ല. അത് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തത് മാത്രമാണ് നമ്മളിലുള്ള തെറ്റ്. അപ്പോൾ നമ്മൾ ഏത് കാര്യവും കറക്റ്റായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പബ്ജി ആണെങ്കിൽ ചെയ്ത് നോക്കാം, അതിൻ്റെ ഗ്രാഫിക്സ് എങ്ങനെയുണ്ട്, എൻജോയ് ചെയ്യാം, നിർത്താം. പക്ഷേ അതിന് അഡിക്റ്റഡ് ആവുക എന്നുള്ളത് മാത്രമാണ് തെറ്റ്. ഏതും അറിയുക, അതിൻ്റെ നല്ലതും ചീത്തതും അറിഞ്ഞ് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു സെൻസാണ് വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ കൊണ്ട് ഈ ഒരു ഗെയിം കളിപ്പിക്കുക തന്നെ വേണം, അതിനെ എൻകറേജ് ചെയ്യണം. യെസ്, this is a wonderful mission of Google to make aware our children to become responsible digital citizen. അതെ, ഇതൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മിഷനാണ് ഗൂഗിളിൻ്റെ. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗൂഗിളിൻ്റെ അപ്ഡേറ്റ്സൊക്കെ വരുന്നത് തന്നെ നമ്മുടെ ഗൂഗിളിൻ്റെ ഹോം പേജിലാണ്. അതിൻ്റെ താഴെ ലിങ്ക് വന്നിട്ടുണ്ട്, ബി ഇൻ്റർനെറ്റ് ഓസം, വെൽക്കം ടു ഇൻ്റർലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കണ്ട് ചെയ്തവർക്ക് ആദ്യമേ തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ. ഐ യൂസ് ടു ടെൽ മൈ സ്റ്റുഡൻറ്റ് ആസ് വെൽ ആസ് മൈ ഓൺ ചിൽഡ്രൻ ടു ഫൈൻഡ് ഔട്ട് വിച്ച് ആർ ആൾ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അവൈലബിൾ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നതിന് മുമ്പേ ശ്രദ്ധിച്ചതാണ് എൻ്റെ മോൻ. എന്നിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി, ദിസ് ഈസ് ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നുള്ളത്. അപ്പോഴാണ് ആക്ച്വലി ഞാൻ ശ്രദ്ധിച്ചത്, ഹോം പേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയലി ഐ കൺഗ്രാറ്റുലേറ്റഡ് ഹിം. അപ്പോൾ ഇങ്ങനെ ദീസ് ആർ ദ വാല്യൂസ് ഗെറ്റിംഗ്, പ്ലീസ് റെഫർ ദിസ് വൺ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നല്ല നല്ല കാര്യങ്ങൾ എടുത്തപ്പോൾ. അപ്പോൾ അതെനിക്ക് എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് മാത്രമല്ല, എഡ്യൂക്കേറ്റേഴ്സിന് അല്ലെങ്കിൽ ഫാമിലിക്ക് മൊത്തമായിട്ട്, നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണ്, നെറ്റിസൺസ് തന്നെയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും എങ്ങനെയാണ് വളരെ സേഫായിട്ട് നെറ്റ് സർഫ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്കുള്ള ടൂൾസും കാര്യങ്ങളും അതിൻ്റെ PDF ഫോമാറ്റിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. എഡ്യൂക്കേറ്റേഴ്സിനാണെങ്കിൽ സ്പെഷ്യൽ കരിക്കുലം ഡിസൈൻ ബൈ ഗൂഗിൾ, ഇറ്റ് ഈസ് ദെയർ, സോ വി ക്യാൻ ഡൗൺലോഡ് ഇറ്റ്. ഞാനും എൻ്റെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് അത് പറഞ്ഞു കൊടുക്കുവാനായിട്ട്. പിന്നെ കൂടാതെ കുട്ടികൾക്ക് അവർക്ക് ഈ ഗെയിം കളിച്ചിട്ട് ഓരോ ഗെയിമിൻ്റെ ലെവൽ കളിക്കുമ്പോഴും അവർ എന്താണ് അതിൽ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അവരെ പ്രൊട്ടക്റ്റാക്കി വെക്കേണ്ടതെന്നുള്ള വാല്യൂസ് അതിലവർ എന്താ പറയുക, വളരെ എൻജോയ് ചെയ്ത് പഠിക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു ഇൻ്റർലാൻഡ് എന്ന് പറയുന്ന ഗെയിമിലൂടെ. വളരെ ഭംഗിയുള്ള രീതിയിൽ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗ്രാഫിക്സോട് കൂടിയിട്ട് ഒരു കളക്ഷൻ ഓഫ് ഗെയിംസ് തന്നെയുണ്ട്. പിന്നെ ഫാമിലീസിന് ഒരു ഗൈഡ് തന്നെയുണ്ട്, ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ വലിയവരിലേക്ക് എത്തിക്കാം, വലിയവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാം, ടീച്ചേഴ്സിനാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് മൊത്തമായി എത്തിക്കാം. അപ്പോൾ ഇത് വളരെ നല്ല ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ചേരില്ലേ? ഉറപ്പായും ചേരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സോ കൂടുതൽ നീട്ടി വലിക്കാതെ തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അത് കാണിച്ചു തന്നുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തെല്ലാം എന്നാണ് നമുക്ക് അവൈലബിൾ ആണ്, എവിടെയാണെന്നുള്ള ലിങ്ക് എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഐ എം ഓൾവേസ് ദെയർ ടു ഹെൽപ്പ് യു ഓൾ. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഓരോ നല്ല കാര്യം ചെയ്യാനും ഞാൻ എപ്പോഴും സന്നദ്ധയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഗ്യാൻദീപം ഈ ഒരു മിഷൻ, ഗൂഗിളിൻ്റെ വലിയൊരു മിഷൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ അപ്പോൾ ഈ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഹെൽപ്പ് യുവർ കിഡ്സ് ബി സേഫ് ആൻഡ് കോൺഫിഡൻറ്റ് ഓൺലൈൻ വിത്ത് ബി ഇൻ്റർനെറ്റ് ഓസം എന്ന് പറഞ്ഞിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, ഹെൽപ്പിംഗ് കിഡ്സ് ബി സേഫ് കോൺഫിഡൻറ്റ് എക്സ്പ്ലോറേഴ്സ് ഓഫ് ദ ഓൺലൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ താഴെ തന്നെ റൈറ്റ് സൈഡിൽ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗെയിംസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഓരോ ഐക്കൺസായിട്ട് ഓരോ ഗെയിമും
നമ്മുടെ ഡിജിറ്റൽ റെസ്പോൺസിബിലിറ്റി, കുട്ടികളെ ഡിജിറ്റൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെ ഡിജിറ്റലി സേഫ് ആക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഓരോ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫൺ വേയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഗെയിമിഫൈഡ് അപ്രോച്ച് ടു ടീച്ചിങ് ഇൻ്റർനെറ്റ് സേഫ്റ്റി എന്ന് പറയാം. അപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടതെന്നും ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ വിത്ത് ഫുൾ ഓഫ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ഞാനിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ലിങ്ക് അഥവാ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർലാൻഡ് ഗെയിം എന്ന് ബൈ ഗൂഗിളിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഓപ്പൺ ആവും. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന എഡ്യൂക്കേറ്റേഴ്സ്, അവിടെ എഡ്യൂക്കേറ്റേഴ്സിനുണ്ട്, ഫാമിലി, 2 ടാബ്സും കൂടി ഉണ്ട്, കുട്ടികൾക്ക് മാത്രമല്ല. ഇപ്പം ഞാനിത് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. എഡ്യൂക്കേറ്റേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള കരിക്കുലം ഉണ്ട്, അത് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട ചാപ്റ്റർ വൈസായിട്ട് ഇതിൽ അതിൻ്റെ കാര്യങ്ങൾ, ടോപ്പിക്സ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്ക് കുട്ടികളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആവുകയും ചെയ്യും. കൂടാതെ ഈ ഗെയിമും അവർക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മളുടെ കുട്ടികളെ തന്നെ ചുമതലപ്പെടുത്താം. അവരുടെ വീട്ടിലുള്ള മുതിർന്നവർക്കോ ഇതിനെക്കുറിച്ച് അറിയാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ PDF ഫോർമാറ്റിൽ കുട്ടികൾക്കാണ് ഇത് ഗെയിമിഫൈഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ കൊടുക്കുന്നത്. അതായത് കുട്ടികളെ എപ്പോഴും ഇഷ്ടപ്പെടുക, വിഷ്വലി അട്രാക്റ്റീവ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. അപ്പം ഞാൻ അതിലുള്ള ഒരു ഗെയിമാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തത്. കുറേ ഗെയിംസ് ഇപ്പോൾ കണ്ടില്ലേ, beinternetawesome, ഷെയർ ആൻഡ് സെക്യൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അപ്പോൾ അതിലത്തെയാണ് ഇപ്പോൾ ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോമാറ്റിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെൽക്കം ടു ഇൻ്റർലാൻഡ്, അതാണ് നേരത്തെ എഴുതി കാണിച്ചത്. അപ്പോൾ ഈ ഇൻ്റർലാൻഡിലേക്കുള്ള പ്രവേശനം, അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഹൗ ടു മേക്ക് ദംസെൽസ് സേഫ് വൈൽ സർഫിംഗ് ഇൻ്റർനെറ്റ് എന്നതിനെക്കുറിച്ച് ബോധവാൻ. ഇപ്പം ഞാനത് മാറ്റിയിട്ട് ഇപ്പം നിങ്ങൾക്ക് എല്ലാം ഒന്ന് കാണിച്ചു. ടവർ ഓഫ് ട്രഷർ ഉണ്ട്, അങ്ങനെ പല പല ഗെയിംസ് ഇതിലുണ്ട്. അപ്പോൾ ഓരോന്നും കളിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ ഹാക്കേഴ്സിൻ്റെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ അക്കൗണ്ട് എങ്ങനെ സേഫായിട്ട് വെക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ടവർ ഓഫ് ട്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ കണ്ടോ, ഔട്ട് റൺ ദ ഹാക്കർ ദേ വിൽ സ്റ്റീൽ യുവർ മെസ്സേജ്. അപ്പോൾ ഹാക്കേഴ്സ്, അപ്പോൾ നമ്മൾ ഈ മെസ്സേജ് കളക്ട് ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ഓരോ മെസ്സേജസ് അതിൽ കൂടുതലായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹാക്കേഴ്സ് ഡെഫിനറ്റ്ലി നമ്മുടെ ഇൻ്റർനെറ്റ് ജേണിയിൽ, അതായത് ഇൻ്റർനെറ്റ് സർഫ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും. പക്ഷേ അവരെ ഓവർകം ചെയ്യാൻ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് അതാണ് ഈ ഗെയിമിലൂടെ കാണിക്കുന്നത്. ഇതിൽ നമ്മളൊക്കെ ഈ 4 ആരോ മാർക്ക് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അതൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടാവില്ല, കുട്ടികൾക്ക് അത് നന്നായിട്ട് അറിയുന്നുണ്ടാവും. അപ്പം നമ്മൾ ഓരോ ബോണസായിട്ട് നമ്മൾ ഈ ഇൻ്റർലാൻഡ് എന്നുള്ള ഇൻ്റർനെറ്റ് വേൾഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വി വിൽ ഗെറ്റ് ലോട്ട് മനി ഇൻഫർമേഷൻ. അപ്പം നമ്മുടെ ഇൻഫർമേഷൻ ഹാക്ക് ചെയ്യാനുള്ള ഹാക്കറാണ് ഇപ്പോൾ ഇത് നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുകയാണ്, എന്നിട്ട് അത് മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാണ്ട് പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻ്റർനെറ്റിലൂടെ ചെയ്യാൻ പറ്റുക, ഈ ഹാക്കേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മോഷ്ടിച്ചെടുക്കാതെ എങ്ങനെ സേഫാക്കി ചെയ്യാം എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു പാലസിൻ്റെ മുന്നിലെത്തുമ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ആ ടവർ, നമ്മളുടെ ഒരു പ്ലേസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ അക്കൗണ്ട്സിൻ്റെയൊക്കെ ഒരു പ്ലേസിൽ അവിടെ ഇരിക്കും നമ്മളെല്ലാ ഡീറ്റെയിൽസും നമ്മൾ സേഫാക്കി വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പം നമ്മളെ സേഫാക്കി വെക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ഓരോ ഗെയിംസ് കളിക്കുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ അലേർട്ടായിട്ട് മെസ്സേജസ് വരും. സോ ദേ വിൽ ബി അവെയർ ഓഫ് വാട്ട് ഈസ് ഹാക്കർ, വാട്ട് ഈസ് സൈബർ ബുള്ളിങ്, ഹൗ ക്യാൻ ദേ പ്രൊട്ടക്ട് ദെയർ ഇൻഫർമേഷൻ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഓരോ ലെവലിലേക്കും നിങ്ങൾ പുതിയ ലെവലിലേക്ക് പോകുമ്പോൾ, ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രിവെൻറ്റ് ചെയ്ത് ഹാക്കർ ഷുഡ് നോട്ട് സ്റ്റീൽ യുവർ മെസ്സേജസ് എന്നുള്ളതാണ് കാണിച്ചത്. അപ്പം നമ്മൾ എങ്ങനെ വേണമെങ്കിലും ഇൻ്റർനെറ്റിലെ എല്ലാ മെസ്സേജസും എല്ലാ കാര്യങ്ങളും കൃത്യമായി കൈകാര്യം ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നോബഡി വിൽ ട്രബിൾ അസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴാണ് ലാസ്റ്റ് ഞാൻ ഫുള്ളായിട്ട് കളിച്ചൊന്നും കാണിക്കുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ മനസ്സിലാവാൻ വേണ്ടി കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ഫുള്ളായിട്ട് ഈ ഗെയിം കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ വന്നിരിക്കുന്ന അവർ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്വിസ് പോലെ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കളിക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഈ ആരോ മാർക്ക് പ്രസ് ചെയ്ത് ഗെയിം എൻജോയ് ചെയ്യാനോ ചെയ്തത്, അതോ അതിലെ ഓരോ പോയിൻറ്റ്സും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ക്വിസും ഉണ്ട് ഇതിൻ്റെ തൊട്ടു പിന്നാലെ, നമ്മൾ ഇത് ഗെയിം വിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മളുടെ ഇതിൽ നമ്മൾ കൃത്യമായിട്ട് സുരക്ഷിതമാക്കി വെച്ചു. ഹാക്കർ ശ്രമിക്കുന്നുണ്ട് എന്ത് ഇതാ. അപ്പോൾ നമ്മളുടെ മെഷേഴ്സ് അല്ലെങ്കിൽ പ്രിക്കോഷണറി മെഷേഴ്സ് സ്ട്രോങ് അല്ലെങ്കിൽ ഹാക്കേഴ്സ് വിൽ സ്റ്റീൽ ഓൾ യുവർ പ്രൈവറ്റ് മെസ്സേജസ്, ഓൾ ദ ഇൻഫർമേഷൻ ദേ വിൽ ടേക്ക് അവേ ഫ്രം അസ്. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ ഗ്രീനിൽ കാണിക്കുന്നതൊക്കെ ഹാക്കേഴ്സാണ്. അവർ നമ്മളുടെ ഇൻഫർമേഷനൊക്കെ നമ്മൾ പല രീതിയിൽ, ഇപ്പോൾ ഈ ഇതിലെ ഓരോ പില്ലേഴ്സും പൊട്ടിപ്പൊളിഞ്ഞ് കാണുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇൻഫർമേഷൻ അവർ സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോയതിൻ്റെ ഇതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിലാകുമ്പോൾ പലതരം വെബ്സൈറ്റ്സ് ആയിട്ടും അക്കൗണ്ട്സ് ആയിട്ടും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ആയിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ എല്ലാം നമ്മുടെ ഇൻഫർമേഷൻ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് കാര്യം എന്താണ്, നമ്മളുടെ അക്കൗണ്ട്സിൻ്റെയൊക്കെ എല്ലാത്തിനും ഒരു അക്കൗണ്ട് പാസ്വേഡ് സെറ്റ് ചെയ്യാണ്ട് നമ്മൾ വളരെ റെയർ ആയിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പ്രോംപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവർ കുറേ ചോയ്സസ് തരും, അതിൽ കൃത്യമായിട്ട് ഏതാണ് അത്, അപ്പോൾ ഓരോന്നിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ആ സെലക്ഷൻ നല്ലതാണ് എന്നുള്ള റീസൺ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. ബോത്ത് അപ്പർ കേസ് ആൻഡ് ലോവർ കേസ്, മിനിമം 8 ക്യാരക്ടേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെറിയ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഫൺ വേയിൽ അവർക്ക് പഠിക്കണം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷയോടെ പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെ, ഗെയിമിഫൈഡ് അപ്രോച്ച് തന്നെയാണത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഇൻ്റർലാൻഡിൽ നമ്മൾ സേഫായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യാൻ കഴിയും. അപ്പം നമ്മളോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും എന്തൊക്കെയാണ് നമ്മൾ സേഫ് ആക്കാൻ വേണ്ടി. കാരണം സ്ട്രോങ് അല്ലെങ്കിൽ അത് സേഫ് ആക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഓൾറെഡി നമുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അത് കളയുന്നതിന് പകരം അതിനെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം മെഷേഴ്സാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ഇത് ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിലോരോ ലോക്ക് വരും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അതിൽ ചെറിയ ഭാഗങ്ങൾ ലാസ്റ്റും ഭാഗവും ഫസ്റ്റ് ഇനീഷ്യൽ എൻട്രി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക തന്നെ വേണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. കൃത്യമായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ച് യൂസ്ഫുൾ ആയോ എന്തെല്ലാം എന്നുള്ളത് നിങ്ങളുടെ പാരൻസിൻ്റെ ഒപ്പം ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് കളിക്കാം. അവർക്കും അത് മനസ്സിലാവും. ഇന്ന കാര്യങ്ങളൊക്കെയാണ് കുട്ടികളെ ഇതിലൂടെ മനസ്സിലാക്കുന്നത്, വളരെ നല്ല രീതിയിലെന്ന് മനസ്സിലാവും. അപ്പം ഈ രീതിയിൽ നമുക്ക് ഇൻ്റർനെറ്റ് വളരെ സേഫായിട്ട് ഡിജിറ്റൽ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഓരോ കുട്ടികളെയും റെസ്പോൺസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ വാല്യൂസ്, ഓരോ കാര്യങ്ങളാണ് ഓരോ ഗെയിംസ് ആയിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും കളിച്ച് നോക്കുക, അതിലെ കാര്യങ്ങളെല്ലാം പഠിക്കുക. ഗെയിം നിങ്ങൾക്ക് കുറേ കളിക്കാൻ കിട്ടും, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് മോഡിലൊക്കെ. പക്ഷേ നിങ്ങൾ എല്ലാത്തിൽ നിന്നും നല്ലതെടുക്കുക. ഞാൻ ഇതിൽ നിന്ന് എന്ത് പഠിച്ചു, എനിക്ക് ജീവിതത്തിൽ ഉപകരിക്കും. നമ്മൾ പഠിക്കുന്നതെല്ലാം എന്തിനു വേണ്ടി, പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കുകയാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിൽ നിന്നും നല്ലതെടുക്കുവാനുള്ള ഒരു സെൻസ് നമുക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ ഇത് വെറുതെ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച് ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇത് കളിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ ഇൻ്റർനെറ്റിൽ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 10 or 100 പേർക്ക് മെസ്സേജ് ഷെയർ ചെയ്തതിന് തുല്യമാണ്. അത്രയും ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഈ ഗെയിമിൽ തന്നെ ഓരോ സ്ഥലത്തും ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതാണ് നല്ലത്, പാസ്വേഡ് ഇങ്ങനെ ആക്കിയാൽ എന്താ. അപ്പം നമ്മൾ നല്ലൊരു ഓപ്ഷനാണ് കൊടുത്തതെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് വരിക, ഇങ്ങനെ ലോക്ക്ഡ് മീൻസ് സേഫ്റ്റി. നമ്മുടെ ആ ഭാഗം ഓരോ അക്കൗണ്ട്സും നമുക്ക് സേഫ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ്ലി ദേ ആർ ആസ്കിങ് അഗെയിൻ ആൻഡ് അഗെയിൻ വിച്ച് വൺ ക്യാൻ ബി ദ ബെസ്റ്റ് പാസ്വേഡ് ടു പ്രൊട്ടക്റ്റ് യുവർ അക്കൗണ്ട്സ് ആൻഡ് ഓൾ. സോ ഇഫ് യു സെലക്റ്റഡ് ദ ബെസ്റ്റ് വൺ, നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ലോക്ക് വന്ന് യു ആർ സേഫ്. അപ്പോൾ ഇതിൽ കണ്ടോ, കൺഗ്രാറ്റ്സ് ഇൻട്രോനെറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ
എല്ലാം പോസിബിൾ കറക്റ്റ് സൊല്യൂഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഈ ഒരു വെൽക്കം ടു ഇന്റർലാൻഡ് എന്ന് പറയുന്ന ഈ ഗെയിമിൽ ഇപ്പോൾ ടവർ ഓഫ് ട്രഷർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ ഈ ഗെയിം കളിച്ചതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്, അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, ഒരുപാടൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ കറക്റ്റായിട്ട് നമ്മൾ ആൻസർ കൊടുത്തു, നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് കളിച്ചതെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കൊരു സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാ ഗെയിംസും കളിച്ചു നോക്കാം. അതിൽ ഓരോന്നിലും ഓരോ തലങ്ങളാണ് പറയണത്, അപ്പോൾ കൃത്യമായിട്ട്. പിന്നെ അത് കൂടാതെ എഡ്യൂക്കേറ്റേഴ്സിനും ഫാമിലിക്കും വേണ്ടിയിട്ട് ടൂൾസ്, ഡിജിറ്റൽ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് PDF ഫോമാറ്റിലുണ്ട്. പിന്നെ പ്ലെഡ്ജ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗെയിം അല്ലാണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അതിലോട്ട് പോയി കഴിഞ്ഞാൽ ഓരോന്നും കൃത്യമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് കോർണറിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടും ഫാമിലി എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ നമ്മൾക്ക് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് അവിടെ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഗെയിം കളിച്ച് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം കറക്റ്റായപ്പോൾ എനിക്ക് നമ്മുടെ പേരിൽ ഒരു സർട്ടിഫിക്കേഷൻ അവർ തരും. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേര് കൊടുത്തു. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് മെസ്സേജ് വരും, കൺഗ്രാറ്റ്സ് ദീപാട്ടി, യു ആർ ഇൻ്റർനെറ്റ് സ്ട്രോങ്. അപ്പോൾ നമ്മൾ വി ഗിവൺ ഓൾ ദ കറക്റ്റ് ആൻസേഴ്സ് ആഫ്റ്റർ പ്ലേയിങ് ദ ഗെയിം, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. യു ആർ ഇൻ്റർനെറ്റ് സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഞാൻ ഒരു ഗെയിം മാത്രമാണ് കളിച്ചത് കേട്ടോ. വേറെ ഗെയിംസ് ഒന്നും നിങ്ങളെ ഗെയിംസ് കളിക്കാൻ ഒരിക്കലും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്തോളും. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അല്ല, ഇതിൻ്റെ മുന്നേ നിങ്ങളിതെല്ലാം കളിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ നല്ല റെസ്പോൺസിബിൾ ഡിജിറ്റൽ സിറ്റിസൺസായി മാറുക. അപ്പോൾ കണ്ടു, ഓരോ ഗെയിംസിൻ്റെ ജസ്റ്റ് കാണിച്ചു തരാം. മൈൻഡ്ഫുൾ മൗണ്ടെയിൻ, നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം വൈൽ ഷെയറിങ് ദ മെസ്സേജസ്. ടവർ ഓഫ് ട്രഷർ, നമ്മുടെ പ്രൈവറ്റ് മെസ്സേജസ്, നമ്മുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഒക്കെ തന്നെ വളരെ ട്രഷേഴ്സ് തന്നെയാണ്. റിയാലിറ്റി ഓഫ് റിവർ, ഡോണ്ട് ഫോളോ ഫോർ ഫേക്ക്, അല്ലേ, ഫേക്കായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതിൽ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഒരു ഡിജിറ്റൽ സേഫ്റ്റി റിസോഴ്സസ് ടൂൾ കിറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം ഇതിൽ. അപ്പോൾ നോക്കൂ, ഹെൽപ്പ് യുവർ ഫാമിലി ബി സേഫ് ആൻഡ് സ്മാർട്ട് ഓൺലൈൻ. നിങ്ങൾക്കിത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാം. ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർനെറ്റിൽ സർഫ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ടീച്ചേഴ്സിനാണെങ്കിലും ഇതിൽ നിന്ന് കരിക്കുലം ഡൗൺലോഡ് ചെയ്യാം. കുട്ടികൾക്ക് ലെസൺ വൈസായിട്ട് അത് പറഞ്ഞു കൊടുക്കുവാനും സാധിക്കും. അപ്പോൾ ഇത് വളരെ നല്ല ഒരു ഗൂഗിൾ പ്രസൻറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ സേഫ്റ്റി റിസോഴ്സസ് ആണ്. So hope all of you are make use of this wonderful resources and be always stay safe. ഓക്കെ, സോ എല്ലാവരും കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള സ്ട്രോങ് നെറ്റിസൺസായി മാറട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക. പിന്നെ നിങ്ങൾ എല്ലാവരിലേക്കും, ടീച്ചേഴ്സ് ആയാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി മെമ്പേഴ്സിലേക്കായാലും ഒക്കെ ഇത് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു നല്ലൊരു സർവീസ് ചെയ്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ വില കാണിക്കണം. സോ വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, signing off, Deepa. Thank you.